താഴത്തങ്ങാടി റെയിൽവേ ചുരങ്കപ്പാതയുടെ ഉദ്ഘാടനത്തിനായി റെയിൽവേ മന്ത്രി ബഹുമാനപ്പെട്ട VR ഉണ്ണികൃഷ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. എന്തായിപ്പ എവിടെ നീ? മേയറോടൊപ്പം കാരാപ്പുഴ വരെ വന്നതാ. കാരാപ്പുഴല്ലോ? എന്താ വിശേഷം? വിശേഷോ? എടാ, താഴത്തങ്ങാടിലെ നിന്റെ വീട് ഇടിച്ചിട്ട് അതിലെ സബ്വേ കെട്ടാനുള്ള പരിപാടിയാ. നീ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? വിട്ടേ കയ്യപ്പ, എന്ത് നടന്നാലും നല്ലതിനാ. ദൈവം നോക്കിക്കോളും. ദൈവോ? ഹലോ ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ മോനെ. മേയർ ചേച്ചി, എന്തൊക്കെയുണ്ട്? അധികാരത്തിൽ കയറിയപ്പോ അടിച്ച് തകർക്കുക അല്ലേ? ജനങ്ങളെയും കുറച്ചൊക്കെ ഓർക്കണേ. നീ എന്ത് വർത്താനോടെ ഈ പറയുന്നത്? എന്നെ അങ്ങനെയാണോ കാണുന്നേ? പിന്നെന്താ ചേച്ചി, അധികാരത്തിൽ വന്നിട്ട് ഒരാഴ്ചയായി. ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തേ? ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നീ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. നീ തന്നെ അങ്ങ് പറഞ്ഞോ. ആ, അങ്ങനെ ചോദിച്ചാലേ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഗവൺമെന്റിന്റെ കുറച്ച് സ്ഥലം കുറെ ആളുകൾ അതിക്രമിച്ച് കടന്നിട്ടുണ്ട്. അതെല്ലാം എത്രയും വേഗം തിരിച്ചു പിടിക്കണം. അത് VIP ആണെങ്കിലും ശരി, VVIP ആണെങ്കിലും ശരി. ഇരുമ്പ് കൈകൊണ്ട് കീഴടക്കണം ചേച്ചി. എടാ, മനസ്സിലാവുന്നുണ്ട്. എല്ലാം നഗരസഭയുടെ ഖജനാവ് കാലിയാണ്. ആ ഖജനാവിലേക്ക് വരുമാനം ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. സർക്കാരിന്റെ സ്ഥലങ്ങൾ ധാരാളം പേർ കയ്യേറിയിരിക്കുകയാണ്. അതെല്ലാം തിരിച്ചു പിടിച്ച് കെട്ടിടങ്ങൾ നിർമ്മിച്ച് വഴിയോര കച്ചവടക്കാർക്ക് വാടകയ്ക്ക് വിടുന്നു. അതുകൊണ്ട് നഗരസഭയ്ക്ക് വരുമാനം ഉണ്ടാകുകയും ചെയ്യും. ആര് തെറ്റിയതാലും നടപടി എടുക്കും മാഡം. നിങ്ങൾ ചുറ്റിവളച്ച് എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് VIP ആണെങ്കിലും ശരി, VVIP ആണെങ്കിലും ശരി, എന്തിനധികം മുഖ്യമന്ത്രി ആയിരുന്നാലും ശരി, നിയമത്തിന്റെ ചങ്ങലകൾ കൊണ്ട് അവരെ ബന്ധിച്ചിരിക്കും. എടാ അയ്യപ്പ, അയ്യപ്പ, എടാ എണിക്കാനല്ലേ പറഞ്ഞു? ജോലി ജോലി കിടന്ന് അലയും കിട്ടിക്കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ഇതെന്താ ജോലി വാങ്ങിച്ചു തന്നിട്ട് അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? പിന്നെന്താ, ഒരു മേയറുടെ PA നീ. ഇങ്ങനെ ഉറങ്ങി ഇന്ത്യ എങ്ങനെയാ വളരുന്നത്? അയ്യോ, അണ്ണാസാരെക്കാളും വലിയ സംസാരക്കാരനാണ്. നിന്നോടൊക്കെ ആര് വന്ന് പറഞ്ഞാലും ഒരിക്കലും നന്നാവില്ല. നീ നിക്കേടോ, വരുവാ. വാതിൽ തുറക്കടാ. ആരാ? നിങ്ങളോടല്ലേ പറഞ്ഞേ? സാറേ, എന്താ സാറേ? സാറേ, എന്താ ഈ തേടുന്നേ? സാറേ, ഇതിനകത്ത് കഞ്ചാവുണ്ട്. കഞ്ചാവോ? സാറേ, എനിക്കിതിന് ഒരു സംബന്ധമില്ല. അത് ശരി. എടാ, കോളേജ് പിള്ളേർക്ക് കഞ്ചാവ് വിൽക്കുവാണോ നീ? സാറേ, പറയുന്ന കേക്ക്, എനിക്കിതിന് ഒരു ബന്ധമില്ല. സ്റ്റേഷനിൽ ഒന്ന് പറഞ്ഞാൽ മതി. സാറേ, വണ്ടി സാറേ, പറയുന്ന കേക്ക് സാറേ. അയ്യോ, ഇത് കൊള്ളാമല്ലോ. ചെയ്യാനുള്ള എല്ലാ കുസൃതികളും ചെയ്തിട്ട് മമ്മൂട്ടിയുടെ സ്റ്റൈലിൽ ചാഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ? കമലഹാസ, ഒന്ന് തിരിഞ്ഞു നോക്കിയേ. എന്താടാ കാണാൻ വന്നവരോടൊന്നും സംസാരിക്കാത്തെ? എന്തിന് സംസാരിക്കണം? ഞാൻ നിങ്ങൾക്കൊക്കെ എത്ര സഹായം ചെയ്തു? നിങ്ങൾ ആരെങ്കിലും എന്നെ സഹായിച്ചോ? നിന്നെ ജാമ്യത്തിനെ ഞാൻ സഹായിച്ചില്ലേ? ജാമ്യത്തിലെടുക്കുന്ന സഹായവാ? എടാ, ജയിലിൽ നിന്ന് ഇറങ്ങാൻ പിന്നെ ജാമ്യം ഇല്ലാതെ ജാക്കറ്റ് എടുത്ത് തരാൻ പറ്റുമോ? അപ്പോഴല്ലേ നിനക്ക് പുറത്തിറങ്ങാൻ പറ്റുക? എന്നെ പുറത്തെടുക്കുന്ന സഹായമല്ല, എന്നെ പൊക്കി അകത്തിട്ടില്ലേ, അവൻ ചെയ്തതാ വലിയ സഹായം. എടാ അയ്യപ്പ, ഞാൻ നടുറോട്ടി ചെന്നപ്പോ എനിക്ക് ആരെ അറിയാം? ഇപ്പൊ എന്നെ കാണാൻ മേയർ വരുന്നു, സ്വാമി വരുന്നു, മേയറുടെ PA നീ വരുന്നു. കളിയാക്കുവാണോ? മനസ്സിലായില്ലല്ലേ? ഒന്നും മനസ്സിലായില്ല. കോണ്ടാക്ട്സ് എത്ര വലിയ സമ്പത്താന്നറിയോ? ഇതിനേക്കാളും വലിയൊരു കോണ്ടാക്ട് എനിക്ക് അകത്ത് കിട്ടി. ആരാ? ഞാനിവിടെ ആരെയെ കണ്ടെന്നറിയോ നിനക്ക്? അടുത്ത മുഖ്യമന്ത്രി, അടുത്ത മുഖ്യമന്ത്രി, VTM പാർട്ടിയുടെ നേതാവായ ഭാർഗവനെ. അടുത്ത മുഖ്യമന്ത്രി. ഇത് ജയിലാ, പതുക്കെ വിളിക്കടാ. പുറത്ത് നമ്മുടെ പാർട്ടിയെ പറ്റി ജനങ്ങൾ എന്താ സംസാരിക്കുന്നെന്ന് ആദ്യം പറയണം. കേരളം കത്തിയെരിയുവാ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പോരാട്ടം ഈ ലോകമെമ്പാടും അറിയപ്പെടാൻ പോവുകയാണ്. വന്നേ. ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് നമ്മുടെ പാർട്ടി ജയിച്ചിരിക്കും. ഞാനിത് എത്ര നേരം കേട്ടോണ്ടിരിക്കുന്നത്?
നേതാവെ ഇവര് പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഏതവനെ ലോകരാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞ് സ്വന്തം നാട്ടിലെ കാര്യം അറിയത്തില്ല. നേതാവെ, നേതാവിന് വേണ്ടി കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല. എന്റെ നേതാവ് ജയിക്കാൻ വേണ്ടി തീ കൊളുത്താനും തയ്യാറാ. ചായ കുടിക്കാൻ കാശുണ്ടോ? കാശുണ്ടോടാ? ഇല്ല. നീയൊക്കെ തീ കൊളുത്താൻ വന്നേക്കുന്നു. നേതാവെ, ഞാനും കുറെ നേരമായിട്ട് ശ്രദ്ധിക്കുക. ഇവന്മാരെല്ലാം കൂടെ നിന്ന് ചതിച്ചോണ്ടിരിക്കുക. നീ ആരാണ്? നീ ഇരിക്കടാ. എഴുന്നേക്ക്. അയ്യടാ. ഇത് കൊള്ളാലോ. പറയാൻ വന്ന് എന്നെ വേണം തല്ലാൻ. നേതാവിന് ഇവരൊക്കെ തന്നെയാ കറക്റ്റ്. എടോ, നന്നായിട്ട് പറഞ്ഞു കൊടുക്ക്. അവസാനം വരെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഇയാൾ CM ആകും, നാടൊക്കെ നന്നാവുന്ന ഞാൻ വിചാരിച്ചേ. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ ശരിയാവൂല. അപ്പൊ ഞാൻ മരിക്കുന്നത് വരെ ഇനി അവന്റെ സംസാരമല്ലേ കേൾക്കുന്നേ? കൊച്ചു പിള്ളേരോട് പറയുന്ന പോലെ പറയുന്നേ. 40 കൊല്ലം ഇവരുടെ വാക്ക് കേട്ടില്ലേ? മതിയായില്ലേ? ഒരു 5 മിനിറ്റ് എന്റെ കൂടെ വാ. സത്യം എന്താണ്, കള്ളം എന്താണെന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. പാർട്ടി ഭാർഗവൻ അറസ്റ്റിൽ. അതെ അതെ, യുവമാർക്ക് വേറെ ജോലിയൊന്നുമില്ല. എപ്പം നോക്കിയാലും കലഹവും സമരവും പറഞ്ഞിട്ട്. കറക്റ്റ്. ഇവന്മാര് ഭരണത്തിൽ വരുമ്പോ വില കുറയുമെന്നാണോ ഈ പറയുന്നത്? എപ്പോ നോക്കിയാലും ഭരണത്തെ ഇരിക്കുന്നവരെ കുറ്റം പറയുക ഇവന്റെ ഒക്കെ തൊഴിൽ. ഈ ഭാർഗവൻ ഒരു പബ്ലിസിറ്റിയാ. അയ്യോ 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 അയ്യോ. എന്താടാ കാര്യം പറ. ഞങ്ങളുടെ നേതാവ് ഭാർഗവനെ ജയിലിലിട്ടു. കണ്ടോ നീ? എന്നെ സപ്പോർട്ട് ചെയ്യാൻ വിശ്വാസമുള്ള പാർട്ടിക്കാരും ഉണ്ട്. ഒന്ന് സമാധാനപ്പെട്. എല്ലാത്തിനും ധൃതിയാ. അവൻ പറയുന്നത് എന്താന്ന് കേക്ക്. പറഞ്ഞു വരയ്ക്ക്. രേഖോ മണ്ണാങ്കട്ടയൊന്നും അല്ല. അയാൾ പുറത്ത് നിന്നാ പ്രശ്നവും അക്രമവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ബുക്കിനകത്ത് എഴുതി പഠിക്ക് വായിക്കുന്നൊക്കെ പറയും. അത് വിചാരിച്ചാടാ കരയുന്നത്. അയ്യോ, നമുക്ക് രാഷ്ട്രീയം വരത്തില്ല. നമുക്കെന്തിനാ പിന്നെ ബുക്ക്? അയാൾ ഇവിടെ ഉണ്ടെങ്കിൽ പഠിച്ചോണ്ടേ ഇരിക്കണം. നേതാവെ പുകഴ്ത്തലിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചുണ്ടല്ലോ, അവസാനം കോണകം പോലും ഉണ്ടാവില്ല. ഒരിക്കലും ഭരണത്തിലും വരത്തില്ല. എന്താന്ന് വെച്ചാലും ശ്രദ്ധിക്ക്. എങ്ങനെ ജീവിക്കേണ്ടതെന്ന് കൂടി അറിയില്ല. അനിയ, കൊതുക് കാരണം ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അനിയ. ഏതവനാണ്? ഞാനാ. നേതാവേ, എന്താ ഈ സമയത്ത്? അതെ, ഒരു ചെറിയ റിക്വസ്റ്റ്. എന്താ നേതാവേ വേണ്ടത്? നിന്നോടൊന്ന് സംസാരിക്കണം. പുറത്തേക്ക് വരുമോ? നീ പറഞ്ഞതുപോലെ എന്റെ ചുറ്റിനുമുള്ളവരെന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് എനിക്ക് ഭരിക്കാൻ കഴിയാത്തത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇന്നലെ വന്നവൻ ഇന്ന് പുതിയ പാട്ട് തുടങ്ങി നാളെ ഭരണത്തിൽ കയറുന്നു. അതാണ് അനിയ എനിക്കൊന്നും മനസ്സിലാകാത്തത്. നിങ്ങളുടെ പാർട്ടിക്ക് സ്വന്തമായിട്ട് TV ചാനലുണ്ടോ? ഇല്ല. ഹിന്ദിയോ ഇംഗ്ലീഷോ എങ്കിലും അറിയോ? അയ്യേ. കമ്പ്യൂട്ടറെങ്കിലും കുറച്ച്? അയ്യോ, ആ പേര് കേട്ടാലേ അലർജി. നന്നായി. നേതാവെ, മറ്റുള്ള ജോലിയൊക്കെ വിട്ടേക്ക്. രാഷ്ട്രീയക്കാരൻ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണമെന്നേ. ചുറ്റിനും കൊലയാളികളെയും കള്ളന്മാരെയും വെച്ചോണ്ടിരുന്ന എങ്ങനെ ജയിക്കുന്നെന്ന് പറ. അറിവുള്ളവരെ കൂടെ വെക്കണം നേതാവേ. നിർത്തേ. എനിക്ക് മനസ്സിലായി. സ്വന്തമായിട്ടൊരു TV ചാനൽ ആരംഭിക്കുക. പേരെന്താണെന്ന് അറിയാമോ? ഭാർഗവൻ TV. അതിൽ എതിർ പാർട്ടിയെ പറ്റി സംസാരിച്ച് ഞാൻ ജയിക്കും. എതിർ പാർട്ടി എങ്ങനെ താഴെയിടാന്നുള്ളതിനെ കുറിച്ച് മാത്രം ആലോചിക്ക്. സാധാരണക്കാരായ ജനങ്ങളെ കുറിച്ച് ചിന്തിക്കരുത്. പണം സമ്പാദിക്കണം, പേര് സമ്പാദിക്കണം, അധികാരം വേണമെന്ന് ചിന്തിക്കുന്നതല്ലാതെ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരെ കുറിച്ച് നേതാവ് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒന്നും തോന്നരുത് ഞാൻ പറയുന്നത് കേട്ട്. നേതാവും സ്വാർത്ഥതക്കാരന്. എന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ചെറുപ്പം മുതൽ എത്ര സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നറിയോ? വരുന്ന സമയത്ത് പോരാളിയായിട്ട് തന്നെയാ വന്നേ. പോകെ പോകെ വ്യാപാരിയായി. അപ്പം നേതാവിന് ചുറ്റും വ്യാപാരികളല്ലേ ഉണ്ടാവും. നീ പറയുന്നത് സത്യമാണ്. ചെറുപ്പത്തിലെ എന്ത് ലക്ഷ്യമായിട്ടാണ് പാർട്ടിയിലേക്ക് വന്നതെന്ന് അതെല്ലാം മറന്നുപോയി ഞാൻ. എന്റെ തെറ്റാണ്. ഇപ്പൊ എനിക്ക് പദവിയോട് ആഗ്രഹം പോലുമില്ല. ശരി, നാളെ ഞാൻ റിലീസാവുകയാണ്. നീ പുറത്തു വരുമ്പോ എന്നെ വന്ന് കാണണം. നേതാവേ, എപ്പ പദവിയോട് ആഗ്രഹമില്ലെന്ന് പറഞ്ഞോ അപ്പൊ തന്നെ ജയിച്ചു. ഈ തവണ നേതാവ് തന്നെ ഭരണത്തിൽ വരുമെന്നാ തോന്നുന്നത്. മോനെ, നീ നല്ലവനാ, നിരപരാധിയോ? അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ നീ വാ തുറന്നെന്തെങ്കിലും പറഞ്ഞാലേ ജഡ്ജിക്ക് മനസ്സിലാവൂ. എന്നോടൊന്നും പറയണ്ട. അന്ന് സ്വാമി ജയിലിൽ വന്നപ്പോ അദ്ദേഹത്തോടെങ്കിലും പറയണ്ടായിരുന്നോ? അദ്ദേഹത്തോട് പോലും നിക്കേ. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോ നീ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയാ
എനിക്കോ ദൈവത്തിനോ നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. നിന്റെ വാക്കിനെ നിന്നെ രക്ഷിക്കാൻ കഴിയൂ. ഒരാഴ്ചയും കൂടി പോലീസ് കസ്റ്റഡി വിട്ടുകൊടുക്കാനാണ് അവർ പറയുന്നത്. നിങ്ങളെന്താ പറയുന്നത്? സാറേ, ഒരാഴ്ചയല്ല, 1 മാസം വേണേലും എന്നെ കസ്റ്റഡി വെച്ചോട്ടെ. എനിക്ക് ചെറിയൊരു സംശയമുണ്ട്, ഞാനത് ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. ഈ പോലീസ് വല വിരിച്ചു പിടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ സാറേ. അവർ വിരിച്ച വലയും ഉണ്ട്, അവർ വെച്ച എരയും ഉണ്ട്. മീൻ എവിടെയാ സാറേ? വാട്ട്? എന്താ മീനോ? ഹൗസ് ഓണർ എവിടെയാണ് സാറേ? വേർ ഈസ് അയ്യപ്പൻ? വെരി കറക്റ്റ്. പറഞ്ഞ പോലെ അയ്യപ്പൻ എവിടെയാ? എടാ, എന്തിനാടാ ഇങ്ങനെ ചെയ്തേ? ജീവിതത്തിൽ നിനക്ക് ഒരുപാട് അനുഭവം വേണം അയ്യപ്പ. എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് ചോദിച്ചേ? എനിക്ക് പുറത്ത് കുറച്ച് ജോലിയുണ്ട്, അതുകൊണ്ട് കുറച്ചുനാൾ അകത്തിരിക്കേ. വിഷമിക്കണ്ട അയ്യപ്പ, അകത്ത് പവർ കട്ടില്ല. ഞാനൊരു സാധാരണ കുറ്റവാളിയാ, കൊലക്കുറ്റം ചെയ്യിക്കരുത് എന്നെ കൊണ്ട്. ത്യാഗം മാത്രമാണ് നിന്നെ ഉയർത്തും എന്റെ അയ്യപ്പ. ഇവനെ വിടണ്ട, പിടിച്ചോ. ത്യാഗമോ? അവിടെ നിൽക്കാൻ എന്നെ എന്തിനാ സാറേ പിടിക്കുന്നത്?